21 വയസ്സുള്ള ഉത്സാഹവാനായ ഒരു യുവാവാണ്. ഇയാൾ ഡിസംബർ 14-ാം തീയതി തന്റെ കൂട്ടുകാരൻ ചിരാഗിന്റെ മരണത്തിനുള്ള സാമഗ്രികൾ ഒരുക്കി. അവിടെ ആ സ്ഥലത്ത് എണ്ണ ഫൈസൽ തന്നെ ഒഴിച്ചത്. പറയപ്പെടുന്നത് അപരാധി എന്തെങ്കിലും അബദ്ധം കാണിച്ചു വയ്ക്കുമെന്ന്. ഒരുപക്ഷെ അവൻ അബദ്ധത്തിൽ അവനെതിരായി എന്തെങ്കിലും തെളിവ് തന്നാലും. ആരുടെ പേരെ അവൻ പറഞ്ഞത്? ആരുടെ പേരെ അവൻ പറഞ്ഞത്? ഫൈസലാണ്. യുവർ ഓണർ, ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡിൽ പറയുന്നത് ഏറ്റവും വലിയ നുണയനും ജീവിതത്തിൽ ഒരു തവണ ഗ്യാരണ്ടി ആയിട്ട് സത്യം പറയും. എപ്പോൾ? മരണസമയത്ത്. അപ്പോൾ ഇൻസ്പെക്ടർ കൃഷ്ണദേവ്, അതെ അതെ, മരണസമയം ബ്രാൻഡോ നാരംഗ് നിങ്ങളുടെ ചെവിയിൽ ഒടുവിലായി എന്ത് സത്യമാണ് പറഞ്ഞത്? അത് അയാൾ എന്നോട് പറഞ്ഞത് അത് ചിരാഗിന്റെ കൊല ഫൈസലാണ് ചെയ്തതെന്നാണ്. അയ്യോ, ഞാൻ കേട്ടില്ല, ഒന്നുകൂടി ആവർത്തിക്കാമോ? വക്കീൽ സാർ, എന്നോട് ബ്രാൻഡോ ആണ് പറഞ്ഞത് ചിരാഗിനെ കൊന്നത് ഫൈസലാണെന്നത്. ശരിക്കും ഇതേ വാക്കുകൾ തന്നെയായിരുന്നു? ഉറപ്പായും. ഒരു വ്യത്യാസവുമില്ല? അതായത് പകുതി മുറിഞ്ഞ വാക്കുകളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒരിക്കലുമില്ല. യുവർ ഓണർ, കേട്ടല്ലോ താങ്കൾ, ചിരാഗിന്റെ കൊല ഫൈസൽ ഷേഖാണ് ചെയ്തത്. ബ്രാൻഡോ നാരംഗിന്റെ അവസാന വാക്കുകൾ. എൻഡ് ഓഫ് ദ മാറ്റർ സാറേ. കേസ് തീർന്നു, ഫിനിഷ്ഡ്, കഴിഞ്ഞു, സമ്പന്നം. യുവർ ഓണർ, ഈ കേസ് ഫിനിഷ്ഡ്, കഴിഞ്ഞു, സമ്പന്നമാകുന്നതിന് അതിനു മുമ്പ് ഞാൻ നിങ്ങളോടെല്ലാം ഒരു പുരാണ കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. മഹാഭാരതത്തിൽ പാണ്ഡവർ ഗുരു ദ്രോണാചാര്യരെ വശത്താക്കാൻ ശ്രമിക്കുമ്പോൾ സർവപ്രഥമമായിട്ട് അശ്വത്ഥമാവ് എന്ന പേരിൽ ഒരു ആനയെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞു പറഞ്ഞു അശ്വത്ഥമാവ് മരണപ്പെട്ടു. അപ്പോൾ ഗുരു ദ്രോണാചാര്യർക്ക് ഇതേക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി, അദ്ദേഹത്തിന്റെ പുത്രൻ അശ്വത്ഥമാവാണ് മരണപ്പെട്ടതെന്ന്. അദ്ദേഹം സത്യവാദി യുധിഷ്ഠിരനെ അടുത്തു വിളിച്ച് ചോദിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ ഇത്രമാത്രം പറഞ്ഞു, അതെ, അശ്വത്ഥമാവ് മരണപ്പെട്ടു. ഇത് കേട്ട് ഗുരു ദ്രോണാചാര്യർക്ക് തന്റെ ധൈര്യവും മനോബലവും നഷ്ടപ്പെട്ടിരുന്നു പോയി. അദ്ദേഹം അസ്ത്രം താഴെയിട്ടു. ആ അവസരം ലഭിച്ച ഉടൻ അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി, യുവർ ഓണർ. അതെ, വളരെ രോമാഞ്ചകരമായ ടേണിംഗ് പോയിന്റ് ആയിരുന്നു മഹാഭാരതത്തിന്റെ, യുവർ ഓണർ. പക്ഷെ പാഠക് സാർ, ഈ കഥയ്ക്ക് നമ്മുടെ കേസുമായിട്ട് എന്താണ് ബന്ധം? യുവർ ഓണർ, പലപ്പോഴും എല്ലാ സത്യത്തിനുമിടയിൽ ഒരു നുണ ഒളിഞ്ഞിരിക്കും, ഒരു നുണക്കിടയിൽ ഒരു സത്യവും. അന്ന് സത്യവാദി യുധിഷ്ഠിരൻ ഗുരു ദ്രോണാചാര്യർക്കും ഇതിനെക്കുറിച്ച് കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? യുവർ ഓണർ, എനിക്ക് വളരെ സംശയമുണ്ട്. ബ്രാൻഡോയുടെ മരണമൊഴി സത്യത്തിൽ പൊതിഞ്ഞു വെച്ച ഒരു വലിയ നുണയാണെന്ന്. എന്റെ ഈ സംശയം തീരുന്നത് ബ്രാൻഡോയുടെ കൊലയാളിയെ ഇവിടെ കൊണ്ടുവന്ന് ഈ കോടതിയിൽ നിർത്തിയാൽ മാത്രമായിരിക്കും. ആര്? ആ ട്രക്ക് ഡ്രൈവറോ? യുവർ ഓണർ, ഞാൻ പാഠക് സാറിനെ ഓർമ്മിപ്പിക്കുകയാണ്, ബ്രാൻഡോയുടെ മരണം വെറും ഒരു അപകടമായിരുന്നു. അയാളുടെ ബൈക്കിന്റെ ബ്രേക്ക് കേബിൾ വയർ പൊട്ടിപ്പോയിരുന്നു. അതുകൊണ്ട് മുന്നിൽ വന്ന യുവർ ഓണർ, പ്രോസിക്യൂട്ടർ പറഞ്ഞു വരുന്ന ഈ അപകടം ശരിക്കും ഒരു കൊലപാതകമായിരുന്നു. അയാളുടെ ബൈക്കിന്റെ കേബിൾ വയർ പൊട്ടിയതല്ല, പൊട്ടിച്ചതായിരുന്നു. ഓർഡർ ഓർഡർ, സൈലൻസ് ഇൻ ദ കോർട്ട് പ്ലീസ്. കെടി, ഇതിന് വല്ല തെളിവുണ്ടോ നിങ്ങളുടെ പക്കൽ? യുവർ ഓണർ, പോലീസിന്റെ വാഹന പരിശോധനയുടെ റിപ്പോർട്ട് താങ്കളുടെ മുന്നിലുണ്ട്. അതിൽ കാണപ്പെടുന്നത് ബ്രാൻഡോയുടെ ബൈക്കിലെ ബ്രേക്ക് വയർ ഏതോ മൂർച്ചയേറിയ വസ്തു കൊണ്ട് 75% മുറിച്ചു കളഞ്ഞിരുന്നു. ബാക്കി 25% ബ്രേക്ക് ആകസ്മികമായി പിടിച്ചപ്പോൾ മുറിഞ്ഞതാണ്.
എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അയാളെ കൊല ചെയ്തതാണെന്ന്. പിന്നെ ഫൈസൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നപ്പോൾ അതാരായിരിക്കും ബ്രാൻഡോയെ കൊല്ലാൻ തയ്യാറായത്? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ബ്രാൻഡോയുടെ കൊലയും ചിരാഗിന്റെ കൊലയും രണ്ടും വെവ്വേറെയുള്ള മാറ്റേഴ്സ് ആണ്. ഒന്ന് തന്നെയാണ് യുവർ ഓണർ. ഈ കേസും ഒന്നാണ്, കൊലയാളിയും ഒന്നാണ്. ഞാൻ ഈ കാര്യം തെളിയിക്കുകയും ചെയ്യും. ഏറ്റവും ആദ്യം ഞാൻ ബ്രാൻഡോയുടെ ഗേൾഫ്രണ്ട് ചഞ്ചൽ ശ്രീനിവാസനെ കോടതിയിൽ വിസ്തരിക്കുവാനുള്ള അനുവാദം തേടുന്നു. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ വിളിച്ചത്? കാരണം ചഞ്ചൽ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം ആ ഫോൺ കോൾ തന്റെ ഫോണിൽ നിന്ന് ബ്രാൻഡോ ചെയ്തത് അത് നിങ്ങൾക്കായിരുന്നു. എന്തിനാ നിങ്ങളെ ഫോൺ ചെയ്തത്? എന്ത് സംസാരമാണ് നിങ്ങൾ തമ്മിലുണ്ടായത്? സർ, ബ്രാൻഡോ എന്നെ വിളിച്ചിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ അവൻ ഫൈസലിനെ കണ്ടാലയിൽ വെച്ച് ഓയിൽ ഒഴിക്കുന്നത് കണ്ടു എന്ന് പറയാനാണ്. ഐ തിങ്ക് അതാവും മരിക്കുന്നതിന് മുൻപ് ബ്രാൻഡോ ഫൈസലിന്റെ പേര് പറയാൻ കാരണം. ആണോ? പൂർണ്ണ വിശ്വാസത്തോടെ അയാൾ ഈ കാര്യം പറഞ്ഞു? അതെ. എനിക്കിനിയും മിണ്ടാതിരിക്കാൻ പറ്റില്ല. കാര്യം എന്റെ അടുത്തെത്തിയ സ്ഥിതിക്ക് ഞാൻ തുറന്നു പറയും. ബട്ട് എന്റെ ഡിസിഷൻ ഫൈനലാണ്. എങ്കിൽ ഇത് പറയൂ ചഞ്ചൽ, ആ അവസാന ഫോൺ കോളിന് മുമ്പ് ബ്രാൻഡോ നിങ്ങൾക്ക് ഒരു SMS അയച്ചിരുന്നു. അയച്ചിരുന്നോ ഇല്ലയോ? പിന്നെ ആ SMS-ൽ എഴുതിയിരുന്നത് ഐ കനോട്ട് പ്രൊട്ടക്ട് യു എനിമോർ. അർത്ഥം, ഇനിയും എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ ആവില്ല. എന്ത് കാര്യത്തിൽ നിന്നാണ് നിങ്ങളെ സംരക്ഷിച്ചു പോന്നിരുന്നത്? അങ്ങനെയുള്ള എന്ത് കാര്യമാണ്? പറയൂ ചഞ്ചൽ, എന്ത് കാര്യത്തിൽ നിന്നായിരുന്നു ബ്രാൻഡ് നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയിരുന്നത്? പിന്നെ കണ്ടാലയിലെ ടോൾ പിരിക്കുന്ന ആ ലിസ്റ്റിൽ ബ്രാൻഡയുടെ മോട്ടോർ സൈക്കിളിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. പക്ഷേ മോട്ടോർ സൈക്കിൾ ഓടിച്ചിരുന്ന ആളുടെ പേരില്ലായിരുന്നു. ഇനി അങ്ങനെയൊന്നും അല്ലല്ലോ. നിങ്ങൾ ബ്രാൻഡോയുടെ മോട്ടോർ സൈക്കിളുമായിട്ട് ഫൈസലിന്റെ പുറകെ പിന്തുടർന്ന് കണ്ടാൽ അവർ എത്തിയതാണോ? അല്ല, നിങ്ങൾ എന്തായി പറയുന്നത് സർ? വാട്ട് ആർ യു സേയിങ്? ദാറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് അന്ന് ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ ഫിലിം കാണാൻ പോയിരുന്നു. കണ്ടാലയിലായിരുന്നു ആ ഫിലിം. കാരണം ആ വഴിയിലുള്ള ആ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, അവിടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാജൻ അവരുടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. ഇതാണ് ആ ഫോട്ടോ. അതിൽ അവരുടെ പുറകിൽ രണ്ടുപേരുണ്ട്. നല്ല പരിചയം തോന്നുന്നു. ഒന്ന് നോക്കൂ, പരിചയമുണ്ടോ ഈ മുഖങ്ങൾ? നിങ്ങളാണോ? നിങ്ങൾ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂട്ടുകാരൻ യോഗേഷ്. ചഞ്ചൽ, ഇതിനാണ് പറയുന്നത് ഫോട്ടോഗ്രാഫിക് എവിഡൻസ്, ചിത്രത്തിന്റെ രൂപത്തിലുള്ള തെളിവ്. ഇനിയും ഒളിച്ചു വെക്കാനുള്ള സാധ്യതയില്ല. പറഞ്ഞോളൂ, എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ കണ്ടാലേ? സർ, അന്ന് വൈകിട്ട് ബ്രാൻഡോയുടെ ബൈക്ക് കടം വാങ്ങി ഞാൻ കണ്ടാലയിൽ പോയിരുന്നു. ഞാൻ എൻ്റെ ആൻറ്റിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പിന്നെ ബ്രാൻഡോയ്ക്ക് മനസ്സിലായി എൻ്റെ ആൻറ്റി അവിടെ അല്ല ഉള്ളതെന്ന്. അപ്പോൾ അവന് സംശയമായി. അവന് തോന്നി ഞാൻ ഖണ്ടാലയിൽ ചിരാഗിനെ കൊല്ലാൻ പോയതാണെന്ന്. അവന് പൂർണ്ണ വിശ്വാസമായിരുന്നു ഫൈസൽ പോയ ശേഷം ക്ലിഫിൽ ഓയിൽ ഒഴിച്ചത് ഞാൻ തന്നെയാണെന്ന്. സർ, ബ്രാൻഡോ വാസ് വെരി ഷുവർ ചിരാഗിനെ കൊന്നത് ഞാൻ തന്നെയാണെന്ന്. പക്ഷേ എന്നെ ഓർത്ത് അവൻ മിണ്ടാതിരുന്നു. കാരണം അയാൾ നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഇനി അങ്ങനെ ആയിരുന്നെങ്കിൽ യുവർ ഓണർ, ബ്രാൻഡോ മരണസമയത്ത് ഫൈസലിന്റെ പേര് എന്തിനു എടുത്തു പറഞ്ഞു? ചഞ്ചലിന്റെ പേര് പറയാത്ത എന്താ? കാരണം സോണി സർ, മരണസമയത്തും ബ്രാൻഡോ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇവരെ പ്രൊട്ടക്ട്. വളരെ ദുഃഖകരമായ കാര്യമാണ് ചഞ്ചൽ. അവസാന ശ്വാസം വരെ ബ്രാൻഡോ നിങ്ങളുടെ സുഹൃത്തായിരുന്നത് കൊണ്ട് നിങ്ങളെ സംരക്ഷിച്ചു.
പിന്നെ അയാൾ പോയ ശേഷം നിങ്ങൾ ഇപ്പോഴും ആ നുണയുടെ മറവിൽ ഒളിച്ചിരിക്കുകയാണ്. ഡിസ്ഗ്രേസ്ഫുൾ. പറയൂ ചഞ്ചൽ, സത്യമെന്താണ്? പറയൂ ചഞ്ചൽ. കോടതിക്ക് ദിവസം മുഴുവൻ ഇതിനു വേണ്ടി ചെലവിടാൻ പറ്റില്ല. പറയൂ, സത്യമെന്താണ്? അവൾ മിണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. അത് പിന്നെ ചഞ്ചലായിരുന്നു ബ്രാൻഡോയുടെ ഗേൾഫ്രണ്ട്. പക്ഷെ ചഞ്ചലും ഞാനും തമ്മിൽ അഫയർ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് ബ്രാൻഡോയ്ക്കെന്നല്ല ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതേ കാരണം കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഈ ഫോട്ടോയിൽ കാണപ്പെട്ടത്. അതെ, പക്ഷെ ചിരാഗിന്റെ മരണമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഇൻഫാക്ട് ഞങ്ങൾ ഫൈസലിന്റെ പ്ലാനിന്റെ ഐ വിറ്റ്നസ് ആണ്. ഐ വിറ്റ്നസ്, അതായത് ദൃക്സാക്ഷി. അതെ സർ. അന്ന് ഞാനും ചഞ്ചലും ഖണ്ടാലയിൽ എത്തിയപ്പോൾ കരുതി ഒന്ന് പോയി നാളത്തെ റേസിന്റെ സൈറ്റ് കണ്ടിരിക്കാമെന്ന്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് അതാരാണ്? ഓ മൈ ഗോഡ്, ഫൈസൽ. അവൻ അവിടെ എന്ത് ചെയ്യാണ്? വാ നമുക്ക് പോവാം. അവൻ നമ്മളെ കണ്ട് ബ്രാൻഡോട് പറഞ്ഞു കൊടുത്താലോ? നമ്മുടെ സീക്രട്സ് എല്ലാം പുറത്താവും. അതായത് നിങ്ങളും ചഞ്ചലും ഫൈസൽ അവിടെ എണ്ണ ഒഴിക്കുന്നത് നേരിൽ കണ്ടു. അതെ സർ. ഫൈസൽ നുണ പറയുക. ചിരാഗിനെ കൊന്നത് ഇവനാണ്. നുണ പറയുന്നത് ഞാനല്ല, നിങ്ങളെല്ലാമാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? പറയൂ. ഫൈസൽ, calm down. പാടക് സാർ, ഇയാള് കൺട്രോളിൽ വന്നോളും. ചോരത്തിളപ്പിന്റെ പയ്യനല്ലേ? പക്ഷെ നിങ്ങളുടെ ഡിഫൻസ് കൺട്രോൾ വിട്ടു പോയതായിട്ടാ എനിക്ക് തോന്നുന്നത്. ഔട്ട് ഓഫ് കൺട്രോൾ. ഓർമ്മയുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ ഹിയറിംഗിൽ ചോദിച്ചിരുന്നു. അതായത് ഫൈസലിനെ ഷറഫ് എണ്ണ നിറയ്ക്കുന്നതായി കണ്ടിരുന്നു. ബബ്ലു ഇയാളെ എണ്ണ കൊണ്ടുപോകുന്നതും കണ്ടു. പക്ഷെ അവിടെ സംഭവ സ്ഥലത്ത് ഫൈസലിനെ എണ്ണ ഒഴിക്കുന്നതായി കണ്ടതാരാണ്? ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. യെസ് യുവർ ഓണർ. ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷികളെന്ന് പറയുന്നത് യോഗേഷ് ആൻഡ് ചഞ്ചൽ. ഐ എം വെരി സോറി KD സാർ. നിങ്ങളുടെ കക്ഷി കൈയോടെ പിടിക്കപ്പെട്ടു. ഹീസ് എ കില്ലർ. യോഗേഷിന്റെ കള്ളമൊഴി ചഞ്ചലിന്റെ കരച്ചിൽ വ്യക്തമായി കാണാമായിരുന്നു. എന്തോ ഒരു കാര്യമുണ്ട് നമ്മളിൽ നിന്നും ഒളിച്ചു വെക്കുന്നതായിട്ട്. യോഗേഷ് എന്തിനാ നുണ പറയുന്നത്? സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയോ അതോ ചഞ്ചലിനെ രക്ഷപ്പെടുത്താനോ? ഇനി അവർ രണ്ടുപേരും കൂടി ചേർന്ന് ചിരാഗിനെ കൊല്ലാനുള്ള ഏർപ്പാട് ചെയ്തതാണോ? ഈ സമയത്ത് എന്തു പറയാനും ബുദ്ധിമുട്ടാണ് വരുൺ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് പേർ ഫൈസലിന് മുന്നിൽ നിർത്തി ഉന്നം പിടിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും യോഗേഷ്. പേടിച്ചതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാവോ? എനിക്ക് മനസ്സിലാവാത്തത് നീ എന്തിനാ കോടതിയിൽ വെച്ച് കരഞ്ഞെന്നാ. ഞാനാകെ പേടിച്ചു പോയി. നീ സത്യം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലോ? എനിക്ക് ഇനി നുണ പറയാൻ കഴിയില്ല യോഗി. നീ കാരണം ആദ്യം ഞാൻ ബ്രാൻഡോയോട് നുണ പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തു. എന്റെ ഒപ്പം നിന്ന് ബ്രാൻഡോയോട് ഇത്ര വലിയ ചതി ചെയ്തു. ഞാൻ കാരണം അവന്റെ ജീവൻ വരെ നഷ്ടമായി. ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഞാൻ കോടതിയിലെല്ലാം വിളിച്ചു പറയാൻ പോവാണ്. നിനക്കെന്താ ഭ്രാന്താണോ? നമ്മൾ രണ്ടുപേരും കുടുങ്ങില്ലേ? ഇല്ല ഇല്ല ചഞ്ചൽ, നീ സത്യം പറയില്ല. നമ്മൾ അകത്തായി പോവും. നമ്മളല്ല, നീ കുടുങ്ങും. നീ ആരായി വിളിക്കുന്നേ? ഡിഫൻസ് ലോയർ KD പാടക്കിനെ. എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നേ? എങ്ങാനും കോടതിയിൽ സത്യം വിളിച്ച് പറഞ്ഞ ഫൈസലാണ് കുറ്റവാളി എന്ന് കരുതിയെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ എന്താ? അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് നീ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ പശ്ചാത്തപിക്കേണ്ടി വരും. ഇതെന്റെ ഭീഷണിയല്ല, സത്യമാണ് പറയുന്നത്. യോഗി, ചഞ്ചൽ, വാട്ട്സ് ഹാപ്പനിങ്? കീപ് ക്വയറ്റ്.
ഞാനൊരു മണ്ടിയായിരുന്നു. ഈ നന്ദി കെട്ടവന് വേണ്ടി ബ്രാൻഡോയെ പറ്റിച്ചു. ഇനി ഞാൻ എല്ലാം നേരെ ആക്കിയിട്ടേ അടങ്ങൂ. എന്ത് സംഭവിച്ചാലും ശരി. ഹലോ, ഞാൻ ചഞ്ചലാണ്. ആ ചഞ്ചൽ പറയൂ. കെടി സാർ, എനിക്ക് താങ്കളെ ഒന്ന് കാണണം. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഓഫീസിലുണ്ട്, വന്നോളൂ. സാർ, എനിക്ക് താങ്കളുടെ ഓഫീസിലേക്കുള്ള വഴി അറിയില്ല. എനിക്ക് ഭയങ്കര പേടിയുണ്ട് സാർ. ടെൻഷൻ അടിക്കണ്ട, ഞാൻ വരുണിനെ അയക്കാം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാം. ഹലോ ചഞ്ചൽ, ഞാൻ വരുണാണ്. നിങ്ങളുടെ ബിൽഡിങ്ങിന് മുന്നിലുണ്ട്. ഗ്രേറ്റ്, വേഗം ഉറങ്ങാം. ഐ എം സോറി സർ. അത്രയും വേഗത്തിൽ അയാൾ അവിടുന്ന് കടന്നു കളഞ്ഞു. അയാളെ പിടികൂടാൻ എനിക്ക് സാധിച്ചില്ല. ബൈക്കിന്റെ നമ്പർ എടുത്തോ? ഉവ്വ് സർ. MH033 J494. MH033 J494. സർ, ഇത് എന്റെ ബൈക്കിന്റെ നമ്പറാണ്. അതെ, അതേ ബൈക്ക് ചഞ്ചലിന്റെ ജീവൻ എടുത്തത്. അതേ ചഞ്ചൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അത് നടന്നെങ്കിൽ ഫൈസലിന് മേൽ ആരോപിക്കപ്പെട്ട കുറ്റം സത്യമല്ലെന്ന് തെളിഞ്ഞേനെ. എന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിനാ ചഞ്ചലിനെ കൊന്നത്? ഇല്ല സർ, ഞാൻ ചഞ്ചലിനെ കൊന്നിട്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നതേ ഇല്ല. ഇൻഫാക്ട് എന്റെ അടുത്ത് എന്റെ ബൈക്ക് പോലും ഇല്ലായിരുന്നു. ശരിക്കും നിങ്ങളുടെ പോലുള്ള ബൈക്ക്, അതേ മോഡൽ, അതേ നിറം, അതേ നമ്പർ. ഇനിയും നിങ്ങൾ ഇത് മാത്രം പറയരുത്, നിങ്ങൾ ബൈക്ക് മറ്റാർക്കെങ്കിലും കടം കൊടുത്തുവെന്ന്. വെരി ലെയിം എക്സ്ക്യൂസ്. ഇല്ല സർ, എന്റെ ബൈക്ക് ഗാരേജിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് അത് ഗാരേജിൽ തന്നെയാണ്. അതിന്റെ സൈലൻസർ കേടാണ്. അത് അവിടെ തന്നെ കിടക്കുകയാണ്. നോ സർ, ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എന്റെ ബൈക്ക് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കേടായി പോകും. നിങ്ങൾ ഫൈസലിനോട് ചോദിച്ചു നോക്കൂ. ഇവനാ എനിക്കത് വിറ്റത്. അല്ലെങ്കിൽ നിങ്ങൾ ഗാരേജുകാരോട് ചോദിച്ചോളൂ. അതിപ്പോഴും അവിടെ കിടക്കുകയാണ്. സർ, ആരോ എന്റേതുപോലുള്ള ബൈക്ക് എടുത്ത് അതിന്റെ നമ്പർ പ്ലേറ്റ് കോപ്പി ചെയ്തതാണ്, എന്നെ സംശയിക്കാനായിട്ട്. റൈറ്റ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഈ ആരായിരിക്കും? സർ, ഞാൻ കരുതുന്നത് യോഗിയായിരിക്കുമെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ട്. കുറച്ച് ആ യോഗി ഇന്നിവിടെ കോടതിയിൽ ഹാജരാകേണ്ടതായിരുന്നു, പക്ഷെ വന്നില്ല. ഷൈല പറഞ്ഞത് യോഗിയും ചഞ്ചലുമായിട്ട് എന്തോ വഴക്കുണ്ടായിരുന്നു എന്നാണ്. അതുമല്ല, യോഗി ചഞ്ചലിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. യുവർ ഓണർ, കുറച്ചു നേരം മുമ്പ് നമ്മുടെ പോലീസുകാർക്ക് ഈ ഹെൽമെറ്റ് കുട്ടിക്കാട്ടിൽ നിന്നും കിട്ടി. ഇത് ആ സ്ഥലത്ത് നിന്നല്ലേ? എന്റെ അസിസ്റ്റന്റ് വരുൺ ആ തിരിച്ചറിയാത്ത മോട്ടോർ ബൈക്കുകാരനെ പിന്തുടർന്ന സ്ഥലത്ത് നിന്ന് അയാൾ വീഴുകയും ചെയ്തു. അതെ, ഒരുപക്ഷെ വീണത് കൊണ്ടാവാം ഇത് അവിടെ നിന്ന് ലഭിച്ചത്. താങ്ക് യു. ഈ ഹെൽമെറ്റ് തിരിച്ചറിയുമോ ഷയൻ? നോ സർ, ഇതെന്റെ അല്ല. ഒരു തവണ കൂടി ചോദിക്കുകയാണ്, ഈ ഹെൽമെറ്റ് പരിചയമുണ്ടോ നിങ്ങൾക്ക് ഷയൻ? കാരണം ഇവിടെ നോക്കൂ, ഒരു പേരെഴുതിയിട്ടുണ്ട്, ഷയൻ. ഇനിയും ഇത് പറയരുത് ഇത് വേറെ ഏതോ ഷയന്റെ ഹെൽമെറ്റ് ആണെന്ന്.
നിങ്ങളുടെ ആണോ? സോറി സർ, ആക്ച്വലി ഈ ഹെൽമെറ്റ് എൻ്റെയാണ്. പക്ഷേ എനിക്കറിയില്ല ഇതെങ്ങനെ അവിടെ എത്തിയെന്ന്. സർ, ഇത് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് മിസ്സിംഗ് ആണ്. സർ സർ ആരോ എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമം നടത്തുകയാണ്. ആദ്യം എൻ്റെ നമ്പർ പ്ലേറ്റ് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോഴെൻ്റെ ഹെൽമെറ്റ് മോഷ്ടിച്ചു. സർ 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 ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ട്രസ്റ്റ് മീ സർ. ഐ ട്രസ്റ്റ് യു ഷാൻ. യുവർ ഓണർ, ഐ ട്രസ്റ്റ് ഹിം. കാരണം ഹെൽമെറ്റിൽ നിന്നും ലഭിച്ച ഈ തലമുടി ഉറപ്പായും ഇയാളുടെ ആവില്ല, ഏതോ പെണ്ണിന്റെയാണ്. ഈ ഹെൽമെറ്റിനടിയിൽ ആരായിരുന്നു? ആ ബൈക്കിന് മുകളിൽ ആരായിരുന്നു? ഈ കൊലയാളി ആരാണ്? ഇത് DNA ടെസ്റ്റ് നമുക്ക് പറഞ്ഞു തരും. സമയമായി യുവർ ഓണർ, മുടിനാരിന്റെ സത്യം തിരിച്ചറിയാം. ഈ കേസിന്റെ അടുത്ത ദിശ തലമുടിയുടെ DNA റിപ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കും. DNA റിപ്പോർട്ട് വരുന്നതുവരെ ഈ കോടതി അവധിക്ക് വയ്ക്കുന്നു. അടുത്ത ഹിയറിംഗിൽ മിസ്റ്റർ യോഗേഷ് ദീക്ഷിത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. Inspector, please see that he is in the court. The court is adjourned. വളരെ വ്യത്യസ്തമായ ഒരു കേസാണ് സർ. ഹെൽമെറ്റ് ഷയന്റെ, തലമുടിയാണെങ്കിൽ പെണ്ണിന്റെ, പിന്നെ യോഗിയുടെ തിരോധാനം. We will get there. Don't worry. യോഗിയുടെ ഫോൺ. ഹലോ സിമി. Where are you, yaar? ഇന്ന് കോർട്ടിൽ ഹിയറിംഗിന് വരേണ്ടതായിരുന്നില്ലേ? അറിയാവോ, ജഡ്ജി നിന്നെ കണ്ടുപിടിക്കാൻ ഓർഡർ ഇറക്കിയിരിക്കുന്നു. ആ ഷൈല എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞോ? ഷൈലയല്ല, ഷയന. നീ ചഞ്ചലിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് തന്നെയാ ഞാൻ പേടിച്ചിരുന്നത്. ആ ഭീഷണി കാരണം എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഞാനാണ് ചഞ്ചലിനെ കൊന്നതെന്നാ. യോഗി, ഇതിന്റെ അർത്ഥം നീയാണോ ചഞ്ചലിനെ കൊന്നത്? ഓ ഡാമിറ്റ്, ഞാനല്ല അവളെ കൊന്നത്. പക്ഷെ അവള് മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോ എനിക്ക് ഉറപ്പായിരുന്നു എല്ലാവരും എന്നെ സംശയിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഐ എം റിയലി സ്കേർഡ് സിമി. എനിക്ക് നല്ല പേടിയുണ്ട്. But where are you right now? നീ ആരോടും പറയരുത്. ഞാൻ എന്റെ കസിന്റെ ഫാം ഹൗസിലുണ്ട്. ഒരു കാര്യം ചെയ്യ്, എനിക്ക് നിന്റെ അഡ്രസ് എഴുതിക്കോ. ആ പറ. മേത്ത മെൻഷൻ 34 next to Prime Medical കർജിറ്റ് റോഡ്. ശരി, ഓക്കെ. ഞാൻ വൈകിട്ട് നിന്റെ അടുത്തേക്ക് വരാം. ഓക്കെ, വേഗം വരണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ ശരി. സർ, ഇതാണ് സ്ഥലം. യോഗി, കേടി, അപ്പൊ പോലീസും കാണും. യോഗി നിൽക്ക. ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുക. യോഗി ശ്രദ്ധിക്ക. തീ. Hey, Varun, wait! Varun, it's a trap! Oh,
കോടതി നടപടികൾ ആരംഭിക്കാം. മിസ്റ്റർ പാഠക്, ആ തലമുടിയുടെ DNA റിപ്പോർട്ട് കിട്ടിയോ? ഓവർ യുവർ ഓണർ. ഈ DNA റിപ്പോർട്ട് പ്രകാരം ഈ തലമുടി മിസ് ഷൈല മനോഹറിൻ്റെതാണ്. ഓർഡർ ഓർഡർ, സൈലൻസ് ഇൻ ദ കോർട്ട്. ഷൈല, നിങ്ങളുടെ തലമുടി ആ ഹെൽമെറ്റിൽ, അതായത് സർ എനിക്കറിയില്ല എന്റെ തലമുടി എങ്ങനെ ഹെൽമെറ്റിൽ വന്നു. ഞാൻ ഇന്ന് വരെ ആ ഹെൽമെറ്റ് ധരിച്ചിട്ട് പോലുമില്ല. സർ, ഇതാരും മനഃപൂർവ്വം എന്റെ തലമുടി ആ ഹെൽമെറ്റിൽ ഇട്ടതാ. ഈ 2 പേരിൽ ആരോ ഒരാൾ, സിമ്രൻ അല്ലെങ്കിൽ സുമിത് അല്ലെങ്കിൽ യോഗി. ഈ സംശയം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാരണം എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. ഓർഡർ ഓർഡർ. ദാ കിടക്കുന്നു. പർവ്വതം തുറന്നു നോക്കിയിട്ട് കൊടുക്ക എലിക്കുഞ്ഞിനെ പോലും കിട്ടിയില്ല. യുവർ ഓണർ, ഈ പെൺകുട്ടിക്ക് ബൈക്ക് ഓടിക്കാൻ തന്നെ അറിയില്ലെങ്കിൽ ഇവർ കൊലപാതകയാവുക നടക്കാത്ത കാര്യമാണ്. എങ്ങനെ വിശ്വസിക്കും നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്ന്? സർ, വേണമെങ്കിൽ സിമ്രാനോടോ സുമിത്രനോടോ ചോദിച്ചു നോക്കാം. അതെ സർ, ഷൈലയ്ക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. നിങ്ങൾ ഓടിക്കുമോ? ആ സർ, ഒരുവിധം ഓടിക്കാറുണ്ട്. ഒരുവിധം? ഡോണ്ട് ബി മോഡസ്റ്റ് സിമ്രാൻ. ഇത്രയും വിനയപൂർവ്വം നിങ്ങൾ ശ്രീനഗർ ലഡാക്ക് 2016 മോട്ടോർ സൈക്കിൾ റാലിയിൽ 6ാം സ്ഥാനത്തെത്തിയിട്ട് ഒരുവിധം ഓടിക്കുമെന്നാണോ പറയേണ്ടത്? ഈ സാധ്യത നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. കാരണം നിങ്ങൾ വളരെ നല്ലൊരു ബൈക്കറാണ്, അല്ലേ? സർ, ഇത് സത്യമാണ്. ഞാൻ നല്ലൊരു ബൈക്കറാണ്. പക്ഷെ നമ്മുടെ ഗാങ്ങില് എന്നേക്കാളും നല്ലൊരു ബൈക്കർ വേറെയുണ്ട്. അയാൾ എപ്പോഴും തോറ്റുപോയിരുന്നത് മറ്റുള്ളവരെ പോലെ ചീറ്റിംഗ് നടത്താത്തത് കൊണ്ടാണ്. ഷൈൻ. സിമ്രാൻ, നിങ്ങളെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇത് മറ്റെവിടെയെങ്കിലുമാണ് പറഞ്ഞിരുന്നതെങ്കിൽ അഭിമാനം തോന്നുമായിരുന്നു നിങ്ങൾക്ക്, ഞങ്ങൾക്കും നിങ്ങളെക്കുറിച്ച്. പക്ഷെ ഇവിടെ കോടതിയിൽ വെച്ച് ആ വാക്കുകൾ പറഞ്ഞ് സിമ്രാൻ നിങ്ങളെ പ്രശ്നത്തിലാക്കി. ഒരുപക്ഷേ നോ സർ, നത്തിങ് ലൈക്ക് ദാറ്റ്. ഞാൻ നിങ്ങളോട് നേരത്തെ മുതൽ പറയുകയാണല്ലോ എന്റെ ബൈക്ക് ഗാരേജിലായിരുന്നു. ആ റൈറ്റ്, മറന്നുപോയി ഞാൻ. എന്ത് പ്രശ്നമായിരുന്നു നിങ്ങളുടെ ബൈക്കിന്? സർ, അതിന്റെ സൈലൻസർ കേടായിരുന്നു. റൈറ്റ്, സൈലൻസറിനുണ്ടായ പ്രശ്നം. ഞാൻ നിങ്ങളുടെ മെക്കാനിക് ആന്റണിയോട് ചോദിച്ചപ്പോൾ അയാളും ഇത് തന്നെ പറഞ്ഞത് ആ സൈലൻസർ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമല്ല. അതിനാൽ ആ ബൈക്ക് അവിടെ ഗാരേജിൽ തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അത് തന്നെ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നുണയും പറയാമല്ലോ. നിങ്ങളുടെ മെക്കാനിക് ആന്റണിയും ഇങ്ങനെയും സംഭവിക്കാം. നിങ്ങൾ ആന്റണിക്ക് നുണ പറയുന്നതിന് പൈസ കൊടുത്തു കാണും. ഒബ്ജക്ഷൻ യുവർ ഓണർ, ഇത് വെറും ആരോപണമാണ്. ഇതിന് ഒരു ആധാരവുമില്ല. ഇതിനെന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ കേടി? ദൗർഭാഗ്യവശാൽ യുവർ ഓണർ, ഇപ്പോൾ എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളില്ല. പക്ഷേ ഞാൻ ഒരു തവണ ഇദ്ദേഹത്തിന്റെ ബൈക്ക് കണ്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും പഴുത് ലഭിക്കുമായിരുന്നു. ദാടകുന്നു. ഇനി എന്താ കോടതി മുഴുവൻ ആന്റണിയുടെ ഗാരേജിൽ ആ ബൈക്ക് കാണിക്കാൻ കൊണ്ടുപോകും കേടി സാർ? അല്ല യുവർ ഓണർ, കോടതിയെ അങ്ങനെ കഷ്ടപ്പെടുത്തില്ല. ചിലപ്പോൾ യുവർ ഓണർ, മനുഷ്യർക്ക് കിണറിനടുത്ത് പോകാൻ സാധിക്കാത്തപ്പോൾ കിണറിൽ നിന്ന് വെള്ളമെടുത്ത് മനുഷ്യന്റെ അടുത്ത് എത്തിക്കാൻ സാധിക്കും. വരുൺ, സോണി സർ, തടസ്സപ്പെടുത്തുന്നതിന് ക്ഷമ ചോദിക്കുന്നു. ജസ്റ്റ് 2 minutes. ടേക്ക് യുവർ ടൈം. ഇതെന്താണ് കേടി? എന്റെ അനുവാദമില്ലാതെ മോട്ടോർ സൈക്കിൾ കോടതിയിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെ? ക്ഷമ ചോദിക്കുന്നു യുവർ ഓണർ. പക്ഷേ ഞാൻ കരുതുന്നു ഈ ബൈക്ക് നമ്മളെ ശരിയായ കൊലപാതകയുടെ അടുത്ത് എത്തിക്കുമെന്ന്. താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഇത് സാക്ഷിയുടെ രൂപത്തിൽ കോടതിയിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾ എൻ്റെ അനുവാദമില്ലാതെ തന്നെ ഈ മോട്ടോർ സൈക്കിൾ കോടതിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞുവല്ലോ. ഇനി എന്നോട് അനുവാദം ചോദിക്കുകയാണോ? ഗോ അഹെഡ്. താങ്ക് യു യുവർ ഓണർ. ഷയൻ, ഞാൻ കാണുന്നത് നിങ്ങളുടെ ബൈക്കിന്റെ സൈലൻസറിൽ കുറച്ച് മണ്ണ് പറ്റിയിട്ടുണ്ട്. പക്ഷേ വേറെ കേടുപാടൊന്നുമില്ല. ഒരുവിധം നല്ല കണ്ടീഷനിൽ തന്നെയാണ്. ഇനി ഇത് ഇത്രയും ദിവസങ്ങളായിട്ട് ബൈക്ക് ഗാരേജിലായിരുന്നെങ്കിൽ ഇത് സ്റ്റാർട്ടാകാനും സാധ്യതയില്ല, അല്ലേ? നോക്കാം. ഓർഡർ, ഓർഡർ, സൈലൻസ് ഇൻ ദ കോർട്ട്. നിങ്ങളുടെ ബൈക്കും നല്ല കണ്ടീഷനിലാണ്. പറയൂ ഷയൻ, നിങ്ങളും നിങ്ങളുടെ ജോലിക്കാരൻ ആന്റണിയും നുണ പറഞ്ഞത് എന്തിനാണ്? ഷയൻ, ഇനിയും സത്യം മറച്ചുവെച്ച് ഒരു പ്രയോജനവുമില്ല. കാരണം നിങ്ങളുടെ നുണയുടെ തെളിവ് മുമ്പിൽ തന്നെയുണ്ട്. ദയവ് ചെയ്ത് കോടതിയോട് പറയൂ, നുണ പറഞ്ഞത് എന്തിനാണെന്ന്. സർ, അത് ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞത് പേടിയുണ്ടാണ്. നിങ്ങൾ ഒരിക്കലും കരുതാതിരിക്കാൻ ആ പഴയ ബൈക്ക് എൻ്റെ ആയിരുന്നു എന്ന്. സീരിയസ്ലി സർ, ഐ ആം റിയലി സോറി സർ ഞാൻ നുണ പറഞ്ഞതിന്. ബട്ട് സത്യം ഇതാണ്, എൻ്റെ ബൈക്കിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ബട്ട് സർ, ഇതൊക്കെ അന്ന് സംഭവിക്കാൻ കാരണമായ ആ ബൈക്കർ ഞാനല്ല. പിന്നെ അയാൾ ഉപയോഗിച്ച ബൈക്കും എൻ്റെ ബൈക്കല്ല. ശരി, ഈ കാര്യം നമുക്ക് തെളിയിക്കാം. യുവർ ഓണർ, ആ സ്ഥലത്ത് എന്റെ അസിസ്റ്റന്റ് വരുണും ആ കൊലയാളിയുമായിട്ട് റേസ് നടന്നയിടം അവിടെ ചുവന്ന മണ്ണായിരുന്നു. യുവർ ഓണർ, ആ ചുവന്ന മണ്ണ് ഇപ്പോഴും ഈ ബൈക്കിന്റെ വീലിൽ കാണാൻ കഴിയുന്നുണ്ട്. സർ, ഇങ്ങനത്തെ ചുമന്ന മണ്ണ് ഇവിടുത്തെ റോഡുകളിൽ സാധാരണമാണ്. കറക്റ്റ് ആണ് മോനെ. കെഡി സർ, എന്തെങ്കിലും നല്ല തെളിവ് തരൂ. യെസ്, ഓഫ് കോഴ്സ്, നല്ല തെളിവ് യുവർ ഓണർ. ആ സമയത്ത് എന്റെ അസിസ്റ്റന്റ് വരുൺ ആ കൊലയാളിയായ ബൈക്കറിന് പുറകെ പോയപ്പോൾ വരുണിനെ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ എന്റെ വായിൽ നിന്ന് ചൂയിങ്കം താഴെ പോയിരുന്നു. യുവർ ഓണർ, ആ ചൂയിങ്കം ഇപ്പോഴും ബൈക്കിന്റെ വീലിൽ ഒട്ടിയിരിപ്പുണ്ട്. എന്റെ വായിൽ നിന്നും താഴെ വീണ ആ ചൂയിങ്കം ഷയന്റെ വായിൽ നിന്ന് വീണ നുണയുടെ തെളിവാണ്. തെളിഞ്ഞു കഴിഞ്ഞു യുവർ ഓണർ. ഇതേ ടയർ, ഇതേ ബൈക്ക്, ഇതിൽ കൊലയാളി ഇരുന്ന് ആ കൊലപാതകങ്ങൾ മുഴുവൻ നടത്തി അത് ഷയനാണ് യുവർ ഓണർ. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഇത് അതേ ചൂയിങ്കമാണെന്ന്? ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഇതേപോലുള്ള ചൂയിങ്കം ചവച്ച് തുപ്പാറുണ്ട്. കറക്റ്റ് മോനെ. കെഡി സർ, കൊള്ളില്ല ഈ തെളിവ്. മോനെ, ഇതിന്റെ തെളിവ് നമ്മളല്ല, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് തരും. ഈ ചൂയിങ്കം നമ്മൾ പരിശോധനയ്ക്ക് അയക്കും. അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറയും ഞാൻ താങ്കളുടെ അനുമതി ചോദിക്കുകയാണ് യുവർ ഓണർ. ഈ ചൂയിങ്കത്തെ ഫോറൻസിക്കിലേക്ക് അയക്കാൻ, ഇത് തെളിയിക്കുവാൻ. അതായത് ഇതിൽ പറ്റിയിരിക്കുന്ന ഉമിനീര് എന്റെ തന്നെയാണെന്നും പിന്നെ ഈ ചൂയിങ്കം എന്റെ വായിൽ നിന്നും തന്നെ വീണതാണ്. ഇൻസ്പെക്ടർ, യു ആർ ഫിനിഷ്ഡ് മിസ്റ്റർ ഷൈൻ. ഇത് പരിശോധനയ്ക്ക് അയച്ചു. എത്രയും പെട്ടെന്ന് ഷൈന്റെ സത്യാവസ്ഥ എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരാം. നിൽക്കൂ. അന്നവിടെ ബൈക്കിൽ വന്ന വരുണിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്ന ആ ബൈക്കർ ഞാനായിരുന്നു.
യോഗിയെ കൊന്നത്. ചഞ്ചലിനെയും ബ്രാൻഡോയെയും ചിരാഗിനെയും. ഇൻസ്പെക്ടർ സർ, അതിങ്ങി തന്നേക്കും. ഇത് DNA വേണ്ടി അയച്ചിട്ട് ഒരു പ്രയോജനമില്ല ഷയൻ. കാരണം ഒന്നാമത് നിങ്ങൾ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു, രണ്ടാമത് ഈ ചൂയിങ്കം എന്റേതല്ല താനും. ഓർഡർ ഓർഡർ. ഫൈസൽ എന്നോട് ആദ്യം അവൻ എണ്ണ ഒഴിക്കുന്ന ഐഡിയ പറഞ്ഞു വന്നപ്പോൾ ഫോണിലൂടെ ഞാൻ അവനെ തടയാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചു ചിരാഗ് കൊല്ലപ്പെടണമെന്നും അവൻ സ്വയം ഇതിൽ കുടുങ്ങണമെന്നും. അതുകൊണ്ട് ഞാൻ അവൻ്റെ പുറകെ പോയി നിരീക്ഷിച്ച് കണ്ടാലേ പോയി. അവിടെ വെച്ച് അവൻ തീരുമാനം മാറ്റിയത് കണ്ടപ്പോൾ ഞാൻ തന്നെയാ അവൻ്റെ ക്യാനിൽ ദ്വാരം ഉണ്ടാക്കിയത്. അവൻ പോയ ശേഷം മാർക്കറ്റിൽ നിന്നും അതുപോലുള്ള എണ്ണ വാങ്ങി അവിടെ ഒഴിച്ചു. പക്ഷെ ഞാൻ അവിടെ എണ്ണ ഒഴിക്കുന്നത് യോഗിയും ചഞ്ചലും കണ്ടു. ഞാൻ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തു. അവരെങ്ങാനും ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ബ്രാൻഡോയോട് അവരുടെ അഫയറിനെ കുറിച്ച് പറയുമെന്ന്. അതുകൊണ്ടാണ് എൻ്റെ പ്രഷർ കാരണം യോഗി കോർട്ടിൽ ഫൈസലിന്റെ പേര് പറഞ്ഞത്. ഷയൻ, ബ്രാൻഡോനെ എന്തിനാ കൊന്നത്? കാരണം എനിക്ക് പേടിയായിരുന്നു ബ്രാൻഡോ പോലീസിൽ കുടുങ്ങിയ കണ്ടീഷനിൽ ചഞ്ചലിന്റെ പേര് പറയുമെന്ന്. ചഞ്ചൽ കോടതിയിൽ വന്നു നിന്നാൽ പിന്നെ അവൾ പേടിച്ച് എൻ്റെ പേര് പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഞാൻ ബ്രാൻഡോയെയും കൊന്നുകളഞ്ഞു. പിന്നെ ചഞ്ചൽ എന്നോട് നിങ്ങളുടെ പേര് പറയാൻ ഒരുങ്ങിയപ്പോൾ അവരെയും കൊന്നുകളഞ്ഞു. പിന്നീട് യോഗിയെയും. കാരണം അവനെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നെക്കുറിച്ചുള്ള സത്യം അറിയുന്നതായിട്ട്. ഒരു കാര്യം പറയൂ ഷാൻ, ഫൈസൽ നിങ്ങളുടെ കൂട്ടുകാരനാണ്. നിങ്ങളുടെ കൂട്ടുകാരനെ എന്തിനാ ഇങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചത്? അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ കോടതിയിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. എൻ്റെ ഈ ബൈക്ക് ഞാൻ ഫൈസലിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കൂട്ടിവെച്ച പൈസ കൊണ്ട് വാങ്ങിയതാണ്. ഈ ബൈക്ക് വാങ്ങിയ അന്ന് മുതൽ അതെനിക്ക് പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബൈക്ക് എനിക്ക് വിറ്റ് ഫൈസൽ എന്നെ പറ്റിച്ചതാണ്. ഈ ബൈക്ക് നിന്ന് പോകുമ്പോഴൊക്കെ എൻ്റെ ഹൃദയം നിന്ന് പോകുമായിരുന്നു. പിന്നെ ഞാൻ ഫൈസലിനെ കുറ്റപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് ഇവനെ പാഠം പഠിപ്പിക്കാൻ ഇവന്റെ പ്ലാൻ കൊണ്ട് ഇവനെ തന്നെ കുടുക്കി. സൈലൻസ് പ്ലീസ്. സെക്കൻഡ് ഹാൻഡ് മോട്ടോർ സൈക്കിളിന് വേണ്ടി, ഒരു കേടായ മെഷീന് വേണ്ടി നിങ്ങൾ ഒരു കൂട്ടുകാരന്റെ ജീവനെടുത്തു, മറ്റൊരാളെ കുടുക്കി. അതിനിടയിൽ മറ്റ് 3 പേരെ കൊന്നുകളഞ്ഞു. ഇതെന്ത് വിരോധമാണ് നിങ്ങളുടെ ഉള്ളിൽ തിളച്ചു വന്നത്? അതുകൊണ്ട് മനുഷ്യൻ മാത്രമല്ല മനുഷ്യത്വമില്ലാതായി. എന്നുവരെ ബാലിശമായ ഈ കുട്ടികളിലൂടെ മനുഷ്യരുടെ ജീവൻ കൊണ്ട് കളിക്കും എന്നുവരെ? എന്ന് നിങ്ങളുടെ തലയിൽ കയറും ജീവന്റെ മൂല്യം? ഡു യു അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ലൈഫ്, ഓഫ് യുവർ ഓൺ ലൈഫ്, ഓഫ് അതേഴ്സ് ലൈഫ്സ്? ഷയൻ, ഈ സംഭവം നിങ്ങളുടെ ഈ അതിവേഗത ഭയപ്പെടുന്ന തലമുറയ്ക്കൊരു പാഠമാകണം. ഈ രീതിയിൽ നിങ്ങൾ നിരവധി തവണ മരണത്തെ തോൽപ്പിക്കാറുണ്ട്. പക്ഷെ മരണത്തിന് അത്രയും തവണ നിങ്ങളെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടാവില്ല. വെറും ഒരു തവണ, വൺസ് ഓൺലി. എനിക്ക് തെറ്റുപറ്റിപ്പോയി സാർ. എനിക്ക് വളരെ വലിയ തെറ്റുപറ്റിപ്പോയി. എനിക്കറിയില്ല
എപ്പോഴാണ് ഞാൻ കാരണം മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതായെന്ന്? എന്നെ കൊന്നു കളഞ്ഞേക്കൂ സാർ, എന്നെ കൊന്നു കളഞ്ഞേക്കൂ. എന്നെ കൊന്നു കളഞ്ഞേക്കൂ. ഈ കോടതി ഫൈസൽ ഷെയ്ഖിനെ ഈ കേസിൽ നിന്നും മുക്തനാക്കുന്നു. ഷായൻ കൊട്ടാരത്തിലിനെ ചിരാഗ് ദേവേന്ദ്രൻ, വിനയ് നാരംഗ്, ചഞ്ചൽ ശ്രീനിവാസൻ, പിന്നെ യോഗേഷ് ദീക്ഷിത് എന്നിവരുടെ കൊലക്കുറ്റത്തിന് ഇന്ത്യൻ പീനൽ കോഡ് സെഷൻ 302 പ്രകാരം മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. ഹീ ഷുഡ് ബി ഹാങ്ഡ് until death. The case is closed. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു കെ ഡി സർ. വാക്കായിരുന്നു, ഇനി ഒരിക്കലും ഒരു ദുഷ്പ്രവൃത്തി ഞാൻ ചെയ്യില്ലെന്ന്. ഐ എം ഹാപ്പി. നിങ്ങളും കുടുംബവും സന്തോഷമായിരിക്കണം. പിന്നെ ശ്രദ്ധിക്കണം, എത്രത്തോളം ആവേശമുണ്ടോ അത്രത്തോളം ബോധവും. നിങ്ങൾക്കും ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്സ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. മിസ് സ്വീറ്റി, എന്ത് നിങ്ങളോട് ചോദിക്കുന്നുവോ അതിനു മാത്രം ഉത്തരം നൽകുക. ദയവ് ചെയ്ത് കോടതിയോട് പറയൂ, ഏത് പരിതസ്ഥിതിയിലാണ് ആ രാത്രി നിങ്ങൾ അങ്ങോട്ട് പോയത്? പ്ലീസ്. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോകൾ കാണാം.